ഹായ് ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിനി വാട്ടർ സോളിബിൾ ആയിട്ടുള്ള പേപ്പറിലേക്ക് ട്രേസ് ചെയ്യും. വാട്ടർ സോളിബിൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി പേപ്പറിൻ്റെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈസിയാണ് ഈ പേപ്പർ യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ തന്നെ ഗ്ലൂ ഉണ്ട്, അപ്പോൾ സ്റ്റിക്ക് ചെയ്യാനും പറ്റും, നമുക്ക് ട്രേസ് ചെയ്യാനും എളുപ്പമാണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. ഞാനെടുത്തിരിക്കുന്ന കുർത്തിയുടെ കളർ ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ പർപ്പിൾ കളർ ഫ്ലവേഴ്സ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. പർപ്പിൾ ആൻഡ് ഗ്രീൻ കളർ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം കട്ടിയിൽ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. 4 ചിറ്റായിട്ട് നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സിന് സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ഈസിയാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഡിസൈനാണിത്. അപ്പോൾ ഇതുപോലെ ഞാൻ പെറ്റൽസ് തുന്നി കൊടുക്കുകയാണ്. ഞാൻ പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പിന്നെ 2 അറ്റത്തേക്കും മാറി മാറി തുന്നി ഇതുപോലെ തുന്നി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പെറ്റലിൻ്റെയും ഒരു സൈഡിൽ നിന്ന് പിന്നെ മറ്റേ സൈഡിലേക്ക് സൂചി എടുത്ത് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരേ ലൈനായിട്ട് ഒരേ ലെവലിൽ നമ്മൾ തുന്നിയെടുക്കുക. ഇങ്ങനെ എല്ലാ പെറ്റൽസും സെയിം കളർ തന്നെയാണ്, പർപ്പിൾ കളറ് പെറ്റൽസ് ഫുള്ള് ഇതുപോലെ തുന്നിയെടുക്കുക. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഡിസൈനാണ്. ബിഗിനേഴ്സൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സാറ്റിൻ സ്റ്റിച്ച് ഇതുപോലെ ഓരോ പെറ്റൽസും ഫിനിഷ് ചെയ്ത് ഇങ്ങനെ തുന്നി കൊടുക്കുക. എംബ്രോയ്ഡറി തുന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹൂപ്പ് തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് വെക്കണം. ഇല്ലെങ്കിൽ അത് ചുളിഞ്ഞിരിക്കും, ഭയങ്കരമായിട്ട് ചുളിഞ്ഞ് നമ്മുടെ ആ ഒരു ഡിസൈൻ ഒരു ഭംഗി ഉണ്ടാവില്ല, സ്റ്റിച്ചിന് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ടൈറ്റായിട്ട് ഹൂപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ബീഡ്സ് ആയതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളർ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഗോൾഡൻ ത്രെഡ് സൂചിയിൽ കോർത്തിട്ട് നമ്മൾ ഓരോ ബീഡ്സും ഇതുപോലെ വെച്ചിട്ട്
തുന്നി കൊടുക്കണം. അങ്ങനെ ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ പാർട്ട് ഫുള്ളായിട്ട് ഇതുപോലെ മുത്ത് തുന്നി പിടിപ്പിക്കണം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, കുറച്ച് ടൈം എടുക്കും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. താങ്ക് യു. ബൈ ബൈ.